ആരാകും മുഖ്യമന്ത്രി? കെ.സി. വേണുഗോപാലോ അതോ മൂന്നാമതും പിണറായി വിജയനോ? UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ കെ.സി. വേണുഗോപാലാകും മുഖ്യമന്ത്രിയെന്ന് കോൺഗ്രസിനകത്ത് നിന്നുയരുന്ന ചർച്ചകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം കെ. സുധാകരൻ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നതോടുകൂടി കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് വലിയ ഒരു സംഘം കോൺഗ്രസ്സുകാരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് കെ.സി. വേണുഗോപാലിനെ പരോക്ഷമായി ആദ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നത്. പിന്നാലെ റോജി എം ജോൺ, സന്ദീപ് വാര്യർ, അലോഷ്യസ് സേവ്യർ, ബിനു ചുള്ളിയിൽ, അരിത ബാബു, രമ്യ ഹരിദാസ്, മാത്യു കുഴൽനാടനടക്കമുള്ള വലിയൊരു നിര തന്നെ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതോടുകൂടി VD സതീശന്റെ എല്ലാ സാധ്യതകളും അടഞ്ഞിരിക്കുകയാണ്. ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നത് കെ.സി. വേണുഗോപാലിനെ ചുറ്റിപ്പറ്റിയാണ്. അത്തരത്തിലുള്ള കെ.സി. വേണുഗോപാലിനെ കേന്ദ്ര സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച പുരോഗമിക്കുന്നത്. കെ.സി. വേണുഗോപാൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹൈക്കമാൻഡിന്റെയും പിന്തുണ അദ്ദേഹത്തിന് തന്നെ ഉണ്ടാകും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടതില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് VD സതീശൻ ഈ സ്ഥാനാർത്ഥി പട്ടിക തുടക്കത്തിൽ തന്നെ MP-മാരാരും മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. അന്ന് അദ്ദേഹം കെ. സുധാകരനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെങ്കിലും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നുള്ള കൃത്യമായ ധാരണ VD സതീശൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കെ.സി. വേണുഗോപാലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് MP-മാരാരും മത്സരിക്കേണ്ടതില്ല എന്ന് VD സതീശൻ ആ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ തീരുമാനമെടുത്തതും അത്തരത്തിലുള്ള ഒരു പട്ടിക തയ്യാറാക്കിയതും. എന്നാൽ അന്തിമ പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത് കെ.സി. വേണുഗോപാലാണ്. അദ്ദേഹത്തിനും അറിയാമായിരുന്നു VD സതീശന്റെ ഈ ഒരു തന്ത്രം, MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തന്ത്രം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് എന്ന് കെ.സി. വേണുഗോപാലിന് കൃത്യമായി തന്നെ അറിയാമായിരുന്നു. അദ്ദേഹം അതുവരെ മൗനം പാലിച്ചു. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമൊക്കെ തന്നെ മാധ്യമ സൃഷ്ടികളാണ്. അത് ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമല്ല. കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് കൃത്യമായ സമയത്ത് നിലപാടെടുക്കും എന്ന നിലപാടിലാണ് ഇന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. എന്നാൽ PC വിഷ്ണുനാഥ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. PC വിഷ്ണുനാഥ് പറഞ്ഞത് 5 മിനിറ്റിനകം UDF ജയിച്ചാൽ 5 മിനിറ്റിനകം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നാണ്. അതായത് കെ.സി. വേണുഗോപാൽ തന്നെയായിരിക്കണം PC വിഷ്ണുനാഥിൻ്റെയും മനസ്സിലുള്ളത്. കാരണം ഹൈക്കമാൻഡിൻ്റെ പിന്തുണ, രാഹുൽ ഗാന്ധിയുടെയും രേവന്ത് റെഡ്ഡിയുടെയും അടക്കമുള്ള പിന്തുണ, മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിന് ഉണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. അത്തരത്തിലാണ് രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകളെ VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും കെ.സി. വേണുഗോപാലിനെയും മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടത്തുന്ന കോൺഗ്രസിലെ ചർച്ചകൾ വെറും ഒരു ചക്കളത്തി പോരാട്ടം മാത്രമാണ് എന്നാണ് LDFന്റെ വിലയിരുത്തൽ. ഈ ചർച്ചകളൊന്നും കാര്യമാക്കേണ്ടതില്ല. മെയ് 4-ന് വോട്ടെടുപ്പ് കഴിയുമ്പോൾ തങ്ങൾ അധികാരത്തിൽ വരുമെന്ന് CPM ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 75 മുതൽ 80 സീറ്റുകൾ വരെ തങ്ങൾ നേടുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. അവർ താഴെ തട്ടിലുള്ള ഘടകങ്ങളിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി മുതലുള്ള കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. 75 മുതൽ 80 സീറ്റുകൾ വരെ കൃത്യമായി ലഭിച്ചുകൊണ്ട് പിണറായി വിജയൻ മൂന്നാമതും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അധികാരത്തിലെത്തും. LDF കൃത്യമായി അധികാരത്തിലെത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മാത്രമല്ല പിണറായി വിജയൻ ഇക്കാര്യം പോൾ ബ്യൂറോയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇത്തവണ തുടർഭരണമുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഈ വിലയിരുത്തൽ അദ്ദേഹം പോൾ ബ്യൂറോയെ അറിയിച്ചിട്ടുണ്ട്. 75 മുതൽ 80 സീറ്റുകൾ വരെ നേടി തങ്ങൾ വീണ്ടും അധികാരത്തിലെത്തും. മൂന്നാം തവണയും പിണറായി വിജയൻ തന്നെ അധികാരത്തിലെത്തുമെന്ന് അവർ ക്ലിയർ കട്ടായി പറഞ്ഞിരിക്കുന്നു. ഈ കോൺഗ്രസിലെ ചർച്ചകളൊക്കെ വെറും ചക്കളത്തി പോരാട്ടമായി കണ്ടാൽ മതി. റിസൾട്ട് വരുമ്പോഴേക്കും തങ്ങൾ തന്നെയായിരിക്കും ഇത്തവണയും തുടർഭരണം തങ്ങൾക്ക് ലഭിക്കുക. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായെന്ന്
CPM വിലയിരുത്തുന്നു. അതുപോലെ തന്നെ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ഏകീകരണം ഉണ്ടായിരിക്കുന്നത്. ആ ഏകീകരണം മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഇത്തവണ തങ്ങൾക്ക് സംഘടിതമായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് CPM കരുതുന്നത്. അതുപോലെ തന്നെ വികസനം ചർച്ചയാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വികസനത്തെ ചർച്ച ചെയ്യാൻ ജനങ്ങൾ തയ്യാറായി. അത്തരത്തിൽ വികസനത്തിന് തുടർ വികസനത്തിന് ജനങ്ങൾ തങ്ങൾക്ക് ഒരു തവണ കൂടി അവസരം നൽകും എന്ന് തന്നെയാണ് LDFിന്റെ വിലയിരുത്തൽ. ചുരുക്കത്തിൽ മുഖ്യമന്ത്രി ആരാകും എന്നതിനെ സംബന്ധിച്ച് UDFിലും LDFിലും ചർച്ച മുറുകുകയാണ്. അന്തിമഘട്ടത്തിൽ UDF എത്തിച്ചേർന്നിരിക്കുന്നത് KC വേണുഗോപാൽ തന്നെയായിരിക്കുമെന്നാണ്. ഇവിടെ LDF നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. തുടർഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇത്തവണ LDF വോട്ട് അഭ്യർത്ഥിച്ചതും. അക്കാര്യവും എടുത്തു പറയേണ്ടതാണ്. ചുരുക്കത്തിൽ വേണുഗോപാലാണോ പിണറായിയാണോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നുള്ള കാര്യം വോട്ടെടുപ്പ് ദിനം വരെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരുന്ന കാര്യമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.